പരീശന്മാരും സദൂക്യരും ഒക്കെ കർത്താവിനെ പരീക്ഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുമായിട്ട് വന്നു. ഒരിക്കൽ അവർ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്: കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? കർത്താവ് എന്ത് ആൻസർ ചെയ്താലും അതിന് അവിടെ പ്രശ്നമുണ്ടാകും. കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരുണ്ട്, സദൂക്യരൊക്കെ അങ്ങനെയുള്ള, അല്ലെങ്കിൽ റോമൻ ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്ന ആളുകളാണ്, അവർ വഴക്കുണ്ടാക്കും. ഇനി അതല്ല, കൊടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനതയ്ക്കെതിരായിട്ടുള്ള വ്യക്തിയാണ് യേശു എന്നുള്ള ആരോപണം ഉണ്ടാകും. കർത്താവ് അവരുടെ ഇതറിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു വെള്ളിക്കാശ് കൊണ്ടുവരിക, ബ്രിങ് മീ എ ഡിനാരിയസ്. എന്നിട്ട് ചോദിച്ചു, ഇതിന്മേലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത്? ഉടനെ പറഞ്ഞു, കൈസറുടേത്. കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. എന്താ അതിൻ്റെ അർത്ഥം? കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തു. ഈ ഭൂമിയിലെ കാര്യങ്ങളുടെയൊക്കെ അതിലുള്ള സ്വരൂപവും മേലെഴുത്തും ഒക്കെ ലൗകികരായ അല്ലെങ്കിൽ ലോകത്തിൻ്റെയാണ്. അത് ലോകത്തിന് കൊടുത്തു, അത് നിൻ്റെ മനസ്സിൽ കയറണ്ട. പക്ഷെ നീ നിന്നെ ഒന്ന് നോക്കിക്കേ, നിൻ്റെ മേലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതാ? ദൈവത്തിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ നീ നിന്നെ ദൈവത്തിന് കൊടുക്കണം. കരം കൊടുക്കാനുള്ള ഡിനാരിയസിൻ്റെ മേലുള്ള സ്വരൂപവും മേലെഴുത്തും അത് കൈസറുടേതാണെങ്കിൽ നീ അത് കൈസർക്ക് കൊടുത്തു. പക്ഷേ നിന്നെ കൈസർക്ക് കൊടുക്കരുത്, നിന്നെ ലോകത്തിന് കൊടുക്കരുത്. കാര്യം നിൻ്റെ മേലുള്ള സ്വരൂപവും മേലെഴുത്തും ലോകത്തിൻ്റേതല്ല, ദൈവത്തിൻ്റേതാണ്. അപ്പം അതുകൊണ്ട് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ആത്മജീവിയാണ്. എന്നാൽ അതിൻ്റെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ മേലുള്ള സ്വരൂപം അല്ലെങ്കിൽ മേലെഴുത്ത് അത് ദൈവത്തിൻ്റേതാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിനാരിയസ് കൈസറുടേതാണ്, അല്ലെങ്കിൽ വെള്ളിക്കാശ് കൈസറുടേതാണ്, അത് കൈസർക്ക് കൊടുത്തു. പക്ഷെ നീ ദൈവത്തിൻ്റേതാണ്, നീ കൈസറുടേതല്ല, നീ ലോകത്തിൻ്റെ വകയല്ല, നീ ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കണം. അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എൻ്റെ മേലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഐ ആം ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. ഗാഡ് ഈസ് മൈ ഓണർ. എൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഈ ഒരു ബോധ്യത്തിൽ ജീവിച്ചാൽ നമ്മുടെ ജീവിതം എത്രയോ ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ലോകത്തിന് കൊടുക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വകയല്ല. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക കൊണ്ട്, അതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ഇന്ന് ലോകം നമ്മളെ പകയ്ക്കുന്നൊന്നുമില്ല. ലോകം നമ്മളെ പകയ്ക്കുന്നൊന്നുമില്ല. ഞാൻ ഒരിക്കലും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ ആ ജംഗ്ഷനിൽ ഇങ്ങനെ ഇറങ്ങി നിന്നപ്പം ഞങ്ങളുടെ ഒരു അച്ചായനെ കുറിച്ച്, അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാൾ ഇച്ചിരി പ്രായം കൂടുതലുള്ള ഒരാൾ, ഉടനെ അവിടെ രണ്ടുപേരിരുന്ന് പറയുക, എടാ അനിയൻ കുഞ്ഞിൻ്റെ കാര്യത്തിലൊന്നും നീ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവൻ പള്ളിയിൽ പോകുമെന്നും പാട്ട് പാടുമെന്നും ഒക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ കൂട്ടാണ്. അവൻ പള്ളിയിൽ പോകും പാട്ട് പാടുമെന്നൊക്കെ ഉള്ളൂ, ആള് നമ്മുടെ കൂടെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അനുഭവമല്ലേ ഇന്ന് പലപ്പോഴും ഉള്ളത്. നമ്മൾ പള്ളിയിൽ പോകുന്നു, പാട്ട് പാടുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ സ്വരൂപവും മേലെഴുത്തും ദൈവത്തിൻ്റെ വകയാണ്. നമ്മൾ ലോകത്തിന് നമ്മളെ തന്നെ കൊടുക്കരുത്. ആ അച്ചായൻ ലോകത്തിന് അദ്ദേഹത്തെ തന്നെ കൊടുത്തു. പിന്നെ ഇടയ്ക്ക് പള്ളിയിലൊന്ന് പോകും. അതുകൊണ്ട് ലോകക്കാർക്ക് ഒരു പ്രയാസവും ഇല്ല. ലോകം നിങ്ങളെ പകയ്ക്കത്തില്ല. കാര്യം പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞൊന്നും ലോകം നമ്മളെ പകയ്ക്കത്തില്ല.
നമ്മൾ ലോകക്കാരായിരുന്നാൽ മതി. പക്ഷെ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ലോകം നമ്മളെ പകയ്ക്കുന്നത്. എപ്പോഴും ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റേതാണ് എന്നുള്ള ബോധ്യം, ആ ഒരു ബോധ്യത്തിൽ നമ്മളെപ്പോഴും ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്.